ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ 2 വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. അതായത് ഞാനൊരു ഇൻ്റർവ്യൂ കേട്ടതാണ്. അവരൊരു അവതാരമാണ് എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ജന്മം എപ്പോഴൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ എല്ലാവരും പറഞ്ഞല്ലോ, ഏതു പാട്ടും ജാനകിയമ്മയുടെ ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടിട്ട് ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പാടാൻ മാത്രമേ അറിയുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകും, പാട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും. ഹസ്ബൻഡ് ഉള്ള സമയം വരെ ഞാൻ പാടും. പാടണം. ഇത് മാത്രമേ ഉള്ളൂ, ഇതിനായിട്ടൊരു ജന്മം. ഹസ്ബൻഡ് മരിച്ച ശേഷം മകൻ കൊണ്ടുപോകും. ഇത് മാത്രമേ ഉള്ളൂ അവർക്ക്. അവരുടെ മൊത്തം, അവരുടെ മനസ്സും അവരുടെ ശരീരവും അവരുടെ ബുദ്ധിയും അവരുടെ ആത്മാവും മൊത്തം അത് പ്രത്യേക ഒരു അവതാരം. പിന്നെ പലരും ചോദിക്കും, പാട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്ങനെയാണെന്ന്. എന്തൊരു ഗ്രാസ്പിംഗ് പവറാണെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പഠിക്കണം എന്നില്ല, സത്യത്തിൽ പഠിക്കണം എന്നില്ല. ഒരു ഇത് സ്വരമാണെങ്കിലും ഈ ടീച്ചർ പറഞ്ഞ ശിങ്കാരവേലിനെ ഒരുപാട് സ്വരങ്ങളുള്ള ഒരു പാട്ടാണ്. അതിനകത്ത് ആ സ്വരങ്ങളൊക്കെ കേട്ട് അതുപോലെ കർപ്പൂരം പോലെ ഒപ്പിയെടുക്കാനുള്ള ഭയങ്കര ഒരു ഗ്രാസ്പിംഗ് പവറാണ്. അങ്ങനെയുള്ളവർക്ക് പഠിക്കണമെന്നൊന്നുമില്ല. എന്ത് പറഞ്ഞാലും അതുമാതിരി പാടാൻ കഴിവുള്ളവർക്ക് പഠിക്കണമെന്നില്ല. ഇപ്പോൾ പഠിക്കേണ്ട ആർക്ക്? ഇപ്പോൾ ഞങ്ങളുമാതിരി ഒരു കച്ചേരി ചെയ്യുന്നു, നമ്മൾ മനോധർമ്മം പാടുന്നു, അപ്പോൾ സ്വമേധയാ നമ്മൾ രാഗാലാപനം നടത്തും, മനോധർമ്മ സ്വരം പാടും, നിരവൽ പാടും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റി വരുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ളവർക്ക് പഠിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ പിന്നെ ഇത്രയും ഒരു അപൂർവ പ്രതിഭ, ശരിക്കും പറഞ്ഞാൽ റൈപ്പ് ഏജ് 88, റൈപ്പ് ഏജിലാണ് അവർ പോയിട്ടുള്ളത്. ഒരുപാട് ദുഃഖങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ശരിക്കും വ്യത്യാസമാണ്. ഓരോരുത്തരുടെ നമ്മൾ ലൈഫ് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് എവിടെയോ കിടക്കുന്നു, പ്രൊഫഷണൽ ലൈഫ് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതിനിപ്പോൾ എന്താ പറയുക, നമ്മുടെ കർമ്മം എന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതാവാം.